മകൻ നക്ഷത്രക്കാർക്ക് കേതുവിൻ്റെ സ്വാധീനമാണുള്ളത്. പവർ, അതോറിറ്റി, പഴയ കർമ്മ, ലീഡർഷിപ്പ് ഇതൊക്കെ ജീവിതത്തിലെ പ്രധാന തീം തന്നെയാണ്. നിങ്ങൾക്ക് ലീഡർഷിപ്പ് സ്കില്ലുള്ളത് കൊണ്ട് മറ്റുള്ളവരെ ഭരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. കമാൻഡ് ചെയ്യാനും നിങ്ങൾക്ക് നന്നായിട്ടറിയാം. അത് ജന്മനാ ഉള്ളത് തന്നെയാണ്. എവിടെയെങ്കിലും ഒന്ന് ഇൻഫ്ലുവൻസ് ചെയ്യാൻ നിങ്ങൾ നന്നായിട്ട് ശ്രമിക്കാറുണ്ട്. സെൽഫ് റെസ്പെക്റ്റ് വളരെ കൂടുതലാണ്. ആരും നിങ്ങളെ കൺട്രോൾ ചെയ്യുന്നത് അത്ര ഇഷ്ടാവില്ല. അപമാനം ഒട്ടും നിങ്ങൾ സഹിക്കില്ല. അത് ചെറിയ കളിയാക്കലാണെങ്കിൽ അടക്കം നിങ്ങളത് മനസ്സിൽ വെക്കും. റോയൽ ആറ്റിറ്റ്യൂഡാണ്. അതുകൊണ്ട് മറ്റുള്ളവരുടെ റെസ്പെക്റ്റ്, സ്റ്റാറ്റസ്, റെക്കഗ്നിഷൻ ഇതെല്ലാം നിങ്ങൾക്ക് നന്നായിട്ട് വേണം. ഓർഡിനറി ഒരു സാധാരണക്കാരനെ പോലെ ജീവിക്കാൻ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമില്ല. കുറച്ച് ഇൻഡിപെൻഡൻറ്റ് നേച്ചറാണ്. സ്വന്തം വഴിയിൽ നടക്കുള്ളൂ. മറ്റുള്ളവരുടെ അഡ്വൈസ് കേൾക്കും, പക്ഷേ ഡിസിഷനൊക്കെ സ്വന്തമായിട്ട് എടുക്കാറുള്ളൂ. ലൈഫിൽ പെട്ടെന്നൊരു റൈസപ്പ് ഉണ്ടാവും, പെട്ടെന്ന് തന്നെ താഴ്ന്നും പോവും. ലൈഫിൽ പെട്ടെന്ന് ഉയർച്ച ഉണ്ടാവും, എന്നാൽ പെട്ടെന്ന് തന്നെ താഴ്ച ഉണ്ടാവും. ഒന്നും സ്ഥിരമായി സ്ലോ അല്ല, എല്ലാത്തിൻ്റെയും എക്സ്ട്രീമായിരിക്കും. നല്ല ദാരിദ്ര്യം അനുഭവിക്കും, നല്ല ആർഭാടവും അനുഭവിക്കും. ഇമോഷണൽ ഈഗോ നന്നായിട്ടുണ്ട്. ഹേർട്ടായാൽ സൈലൻ്റ് ആയിട്ട് ഡിസ്റ്റൻസ് എന്തായാലും എടുക്കും. എല്ലാം ഫോർഗീവും, വിട്ടുകൊടുക്കുന്ന സ്വഭാവമുണ്ട്, പക്ഷെ ഒന്നും മറക്കില്ല. ഫാമിലി റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ ആൻസെസ്ട്രൽ ഇഷ്യൂ ലൈഫിനെ നന്നായിട്ട് തന്നെ ബാധിക്കാം. ഫെബ്രുവരി മാസത്തിൽ നിങ്ങൾക്ക് എന്തായാലും അതോറിറ്റി ആയിട്ട്, മേലാളായിട്ട് നല്ല ക്ലാഷ് ഉണ്ടായിട്ടുണ്ടാവും. ഈഗോ ഇഷ്യൂ വന്നിട്ടുണ്ടാവും. ജോബിൽ ഒന്നും സാറ്റിസ്ഫൈഡ് ആയിരിക്കില്ല. ചേഞ്ച് അല്ലെങ്കിൽ ഗ്രോത്ത് ഡിസയർ എന്തായാലും വന്നിട്ടുണ്ടാവും. സാമ്പത്തികം നോക്കുകയാണെങ്കിൽ സ്റ്റാറ്റസ്, അതുപോലെ ഫാമിലി റിലേറ്റഡ് എക്സ്പെൻസ് എന്തായാലും നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാവും. സേവിങ്സ് കുറയാൻ നല്ല രീതിയിൽ സാധ്യതയുണ്ട്. റിലേഷൻഷിപ്പിൽ ഈഗോ കാരണമുള്ള മിസ്അണ്ടർസ്റ്റാൻഡിങ് എന്തായാലും ഉണ്ടായിട്ടുണ്ടാവും. പാർട്ട്ണറിൻ്റെ അറ്റൻഷൻ കിട്ടാത്തതുകൊണ്ടുള്ള ഇഷ്യൂസും നന്നായിട്ട് ഉണ്ടായിട്ടുണ്ടാവും. നല്ലൊരു ഡിസ്റ്റൻസ് എന്തായാലും നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാവും. അതുകൊണ്ട് നിങ്ങളുടെ മാനസികാവസ്ഥ നോക്കുകയാണെങ്കിൽ എനിക്ക് ഇതിനെക്കാട്ടിലും ബെറ്റർ ലൈഫ് വേണമെന്ന് ഒരു സ്ട്രോങ് ഫീലിങ്സ് എന്തായാലും ഫെബ്രുവരിയിൽ ഉണ്ടായിട്ടുണ്ടാവും. മാർച്ച് മാസത്തിൽ ആദ്യത്തെ 15 ദിവസം ഇതേ പ്രഷർ എന്തായാലും ഉണ്ടാവും. ബോസ് ആയിട്ടുള്ള ഇഷ്യൂ ആണ് നന്നായിട്ട് കാണുന്നത്. വർക്ക് ലോഡ് നല്ല കൂടുതലായിരിക്കും. എന്ത് വന്നാലും പ്രശ്നമില്ല, പറ്റാത്ത കാര്യം പറ്റില്ല എന്ന് പറയുന്നതായിരിക്കും നല്ലത്. കുറച്ച് മനസമാധാനമെങ്കിലും നിങ്ങൾക്ക് കിട്ടും. മാർച്ച് 15 ശേഷം ബോസ് കുറച്ച് റെക്കഗ്നിഷൻ ചാൻസ് എന്തായാലും തരും. പുതിയ റെസ്പോൺസിബിലിറ്റി പൊസിഷൻ എന്തായാലും കിട്ടും. ജോബ് ചേഞ്ച് ശ്രമിക്കുന്നവർക്ക് എന്തായാലും ചാൻസ് ഉണ്ട്. എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കുമ്പോൾ അത് മാർച്ച് 20 ശേഷം മാത്രം എടുക്കുക. ബിസിനസ് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഹാഫിൽ എന്തായാലും സ്ലോ മൊമെൻ്റ് ആണ്. ഓൾഡ് കോണ്ടാക്ട്സ് വഴി എന്തായാലും ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ വരും. മാർച്ച് ലാസ്റ്റ് വീക്കിൽ നല്ലൊരു ഗ്രോത്ത് സൈഡ് തന്നെ കാണാം. പാർട്ട്ണർഷിപ്പായിട്ടൊരു ഡീൽ വയ്ക്കുമ്പോൾ അത് മാസ അവസാനത്തിന് ശേഷം മാത്രം ചെയ്യുക. സാമ്പത്തികം നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഹാഫ് ഇതേ എക്സ്പെൻസ് തന്നെ നിങ്ങൾക്ക് കണ്ടിന്യൂ ആയിട്ട് തന്നെ പോവും. മാർച്ച് 18 ശേഷം മാത്രമാണ് കുറച്ച് ഫൈനാൻസ് കൺട്രോൾ നിങ്ങൾക്ക് കിട്ടുള്ളൂ. കടം കിട്ടിയിട്ടില്ലെങ്കിൽ അത് മടിക്കണ്ട. സേവിങ്സ് സ്റ്റാർട്ട് ചെയ്യും, അത് അവസാന ആഴ്ച നിങ്ങൾക്ക് പറ്റുള്ളൂ. വലിയ ഇൻവെസ്റ്റ്മെൻ്റൊക്കെ പ്ലാൻ ഉണ്ടെങ്കിൽ മാർച്ച് 25 ശേഷം മാത്രം ചെയ്യുക. റിലേഷൻഷിപ്പിൽ എന്തായാലും ഈഗോ ക്ലാഷ് ആദ്യം തന്നെ കാണും. ഒരു ഗ്യാപ്പ് നല്ല ഫീൽ ചെയ്യും. സിറ്റുവേഷൻ എന്തായാലും കുറച്ച് സോഫ്റ്റ് ആക്കാൻ നിങ്ങൾ ശ്രമിക്കും. ഒരുപാട് അതിന് ഗുണം ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. കല്യാണം കഴിഞ്ഞവരാണെങ്കിൽ കുറച്ച് സ്റ്റേബിളാണ്, വലിയ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. സിംഗിൾ ആണെങ്കിൽ ഒരു പ്രപ്പോസൽ ചാൻസ് ഒക്കെ കാണുന്നുണ്ട്, പക്ഷെ ഒരുപാട് മുന്നോട്ടൊന്നും അത് എന്തായാലും പോവുകയില്ല. ഫാമിലി ഉള്ളവരാണെങ്കിൽ ഫാമിലിയിൽ ഡിസിഷൻ എടുക്കേണ്ട സാഹചര്യമുണ്ട്. ആരോഗ്യം നോക്കുകയാണെങ്കിൽ BP, സ്ട്രെസ് ഇഷ്യൂ ഇതെല്ലാം നല്ല രീതിയിൽ ശ്രദ്ധിക്കുക. തലവേദന, ഫാറ്റിക് ചാൻസ് ഒക്കെ നന്നായിട്ടുണ്ട്. റെഗുലർ സ്ലീപ്പ് നല്ല ആവശ്യമാണ്.